വരുന്നവരും പോകുന്നവരൊക്കെ ചുമ്മാ കയറി വിളിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം പറയുകയാണ്, സ്പോയിലർ ഉണ്ട്, അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. സംഭവം എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ സഞ്ജു വി സാമുവൽ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള കപ്പ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സിനിമ കണ്ടിട്ട് ഇങ്ങനെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. എൻ്റെ ഫ്രണ്ടാണ് വിളിക്കുന്നത്. ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. ഫ്രണ്ട് ചോദിച്ചു, അനു എങ്ങനെയുണ്ട് സിനിമ? ഞാൻ പറഞ്ഞു, എടാ സ്പോർട്സ് ഡ്രാമ മൂവിയാണ്, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല, നിനക്കൊക്കെ ഊഹിക്കാൻ പറ്റുന്ന കഥ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു, ഓക്കെ എനിക്ക് മനസ്സിലായി, ഇനി കൂടുതലായിട്ടൊന്നും പറയണ്ട. അപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാൻ ചോദിച്ചു, നീ എന്താണ് മനസ്സിലാക്കിയത്, നിനക്ക് എന്താണ് ഊഹിക്കാൻ പറ്റിയത്? അപ്പം ഫ്രണ്ട് അത് വിശദീകരിക്കുകയാണ്. അതിങ്ങനെയാണ്, നമ്മുടെ നായകൻ ഏതെങ്കിലും ഒരു സ്പോർട്സ് ഐറ്റം അതിൽ വലിയ രീതിയിൽ പാഷനേറ്റ് ആയിരിക്കും. അത് സ്റ്റേറ്റ് ലെവലോ ഡിസ്ട്രിക്ട് ലെവലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലെവലിലൊക്കെ കപ്പ് നേടാനും ഒന്നാമതെത്താനൊക്കെ വേണ്ടിയിട്ട് ഇയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ കുറേ അധികം പ്രതിസന്ധികൾ വരുന്നു. ഫൈനലി അതിനെല്ലാം മറികടന്ന് ഇയാൾ ഈ പറയുന്ന മത്സരത്തിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് ആദ്യമൊക്കെ ഇയാൾ തോൽക്കുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇയാൾക്ക് വന്ന് മോട്ടിവേഷൻ കൊടുക്കും. മോട്ടിവേഷനിൽ അങ്ങ് ഇയാൾ ഇൻസ്പയർഡ് ആവുന്നു. ഇൻസ്പയർഡ് ആയിട്ടുള്ള ഇയാൾ എന്ത് ചെയ്യുന്നു, ഒന്നാമതാവുന്നു, വിജയിക്കുന്നു. ഇതാണ് ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കപ്പ് എന്ന് പറയുന്ന സിനിമയുടെ പ്ലോട്ട് ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷെ പറഞ്ഞ ഫ്രണ്ടിനും കേട്ട് എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കൊന്നും യാതൊരു പുതുമയും ഇതിനകത്ത് തോന്നില്ല, അത്ഭുതം തോന്നില്ല. കാരണം മലയാള സിനിമയിലാണെങ്കിലും മറ്റു ഭാഷാ സിനിമകളിലാണെങ്കിലും കുറേ കാലങ്ങളായിട്ട് ഇറങ്ങുന്ന സ്പോർട്സ് ഡ്രാമ മൂവികളുടെയൊക്കെ ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അതേ പാറ്റേൺ തന്നെയാണ് ഈ സിനിമയിലും സഞ്ജു വി സാമുവൽ കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാണ്ട് ഒരു പുതുമയൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ കുറച്ചൊരു മാറ്റമുള്ളത് എന്താ വെച്ചാൽ, ഈ സിനിമയ്ക്കകത്ത് സ്പോർട്സിന്റെ കൂടെ തന്നെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്, പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കുറേ ക്ലീശ സംഭവങ്ങൾ തന്നെയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാണ്ട് അതിനകത്തും പുതുമയില്ല. മാത്രമല്ല, ഇത്രയും സംഭവങ്ങൾ ഒരുമിച്ച് പറഞ്ഞു പോകുമ്പോൾ അതിനിടയിൽ സ്പോർട്സ് ഡ്രാമ എന്ന് പറയുന്നത് ഒരു തണുത്തുറഞ്ഞൊരവസ്ഥ, അല്ലാണ്ട് അതിനകത്ത് നമുക്ക് കണ്ടിട്ട് ആവേശം വരുന്നില്ല, നമുക്ക് ആ ഒരു സ്പോർട്സ് മൂവി ആയിട്ട് ഫീൽ ചെയ്യുന്ന പോലും ഇല്ല. പിന്നെ ഒരേ സമയം തന്നെ പല ആൾക്കാരുടെ കഥയാണ് പറയുന്നത്. നായകന്റെ കുടുംബം, നായകന്റെ ഫ്രണ്ട്സിന്റെ കുടുംബം തുടങ്ങി കുറേ ലൈഫ് പറഞ്ഞു പോവുകയാണ്. അനാവശ്യമായിട്ട് എല്ലാ ലൈഫിലേക്കും പോകുന്നുണ്ട്. ഇവർ ബോധപൂർവമാണ് അതൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ സ്ക്രിപ്റ്റിന്റെ ഒരു പെർഫെക്ഷൻ കണ്ടാൽ അറിയാൻ പറ്റും. പക്ഷെ ഇത്രയും ക്ലീഷ എലമെന്റ്സ് വെച്ചിട്ട് ഇവർ എന്തിനാണ് ഇത്രയധികം ജീവിതങ്ങളെ കുറിച്ച് പറഞ്ഞു പോയത്, ഇത്രയധികം വലിച്ചു നീട്ടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പ്രത്യേകിച്ചും ബേസിൽ ജോസഫ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു അനാവശ്യ ക്യാരക്ടറാണ്, ഒരാവശ്യമില്ലാത്തൊരു ക്യാരക്ടർ. അയാളുടെ ലൈഫ്, അയാളുടെ പ്രശ്നങ്ങൾ, അതും ബേസിൽ ഒട്ടും ആത്മാർത്ഥതയില്ലാതെ ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു മോശം പ്രകടനമായിട്ടാണ്. അത് ബേസിലിന്റെ മാത്രമല്ല, നായകനായ മാത്യുവിന്റെ അഭിനയം പോലും ആണെങ്കിലും എനിക്ക് വളരെ മോശമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. മാത്യു കുറച്ച് കാലങ്ങളായിട്ട് ചെയ്യുന്ന സിനിമകളിലെല്ലാം ഇതേപോലെ ഒരു ആവറേജ് അഭിനയിക്കുക തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ലിയോ സിനിമയ്ക്ക് ഇറങ്ങിയ സമയത്ത് മാത്യുവിന്റെ അഭിനയത്തെക്കുറിച്ച് എല്ലാവരും നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് അതും പോരാന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ഇത് വളരെ മോശമായി എന്നാണ് തോന്നിയിട്ടുള്ളത്. മാത്യുവിനെ പോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കക്ഷിയാണ് മാത്യു ചെയ്യുന്ന കണ്ണന്റെ ഫ്രണ്ടായിട്ട് അഭിനയിച്ച തൂവൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അത് ചെയ്തിട്ടുള്ളത് കാർത്തിക് വിഷ്ണു എന്ന് പറയുന്ന ഒരു ആക്ടറാണ്. ആ തൂവൽ എന്ന് പറയുന്ന കഥാപാത്രം ക്ലീഷയുടെ അങ്ങേ അറ്റാണ്. നമ്മുടെ മലയാള സിനിമകളിൽ എപ്പോഴും കാണുന്ന കാര്യമാണ്. നായകന്റെ കൂടെ ചളുവൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു ആത്മാർത്ഥ ഫ്രണ്ട് ഉണ്ടായിരിക്കും. അതേ ക്യാരക്ടർ തന്നെയാണ് തൂവൽ എന്ന് പറയുന്നതും. പ്രത്യേകിച്ചും തൂവലിൻ്റെ ആ ഒരു കോമഡികളും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ അരോചകമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് പേഴ്സണലി എനിക്ക് ആ ഒരു അഭിനയം പോലും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഗുരു സോമസുന്ദരം, ഗുരുവിൻ്റെ അഭിനയം വളരെ മോശമായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ചും ഇയാളുടെ ആ ഒരു തമിഴ് കലർന്നിട്ടുള്ള ആ ഒരു സ്ലാങ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു പണ്ടത്തെ മിന്നൽ മുരളിയിലെ അതേ ഭാഷ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതായാലും ഗുരു സോമസുന്ദരത്തിന്റെ ആ ഒരു വോയിസ് മോഡുലേഷൻ ആണെങ്കിലും ആ ഒരു സ്ലാങ് ആണെങ്കിലും ഒക്കെ വളരെ അരോചകമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം മാത്യുവിന്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്ന തുഷാരപിള്ള, നായികയായിട്ട് വന്നിരിക്കുന്ന റിയ ഷിബു, മറ്റൊരു കഥാപാത്രമായിട്ട് വന്നിരിക്കുന്ന ആനന്ദ് റോഷൻ, അതുപോലെ മൃണാളിനി, ഇവരൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അനിക സുരേന്ദ്രനും സിനിമയ്ക്കകത്ത് തരക്കേടില്ലാത്ത രീതിയിൽ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയ്ക്കകത്ത് നമിത പ്രമോദും ജൂഡ് ആന്റണിയൊക്കെ ഓരോരോ കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഏതൊരു കുട്ടിക്കും വളരെ ഈസി ആയിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളും ആ ഡയലോഗ്സ് ഒക്കെ തന്നെയാണ് ആ സിനിമയ്ക്കകത്ത് അവർക്ക് വരുന്നത്. അതിലൊന്നും യാതൊരു ഫ്രഷ്നെസ്സും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല.
പിന്നെ DOP ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് നിഖിലസ് പ്രവീണാണ്. തരക്കേടില്ലാത്ത വിധത്തിൽ സിനിമയിലെ വെള്ളത്തൂവൽ എന്ന് പറയുന്ന ഇടുക്കിയിലെ ഗ്രാമത്തെയും അവിടുത്തെ കുടുംബ പശ്ചാത്തലത്തെയൊക്കെ നല്ല രീതിയിൽ തന്നെ ക്യാമറയിൽ പകർത്തി വെച്ചിട്ടുണ്ട്. ഷാൻ റഹ്മാനാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. സിനിമയ്ക്കകത്ത് ഏറ്റവും അരോചകമായിട്ട് തോന്നിയ മറ്റൊരു കാര്യമായിരുന്നു സംഗീതം എന്ന് പറയുന്നത്. കുറച്ച് പ്രണയഗാനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും അങ്ങ് ഹൃദയത്തിൽ തൊടുന്ന രീതിയിലുള്ള പാട്ടുകളൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതേസമയം തന്നെ സഞ്ജു വി സാമുവൽ എന്ന് പറഞ്ഞ ഡയറക്ടർ നല്ല രീതിയിൽ തന്നെ അത് മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഇതിൽ വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അഖിലേഷ് ലതാരാജ്, ഡാൻസൺ ഡ്യൂറം ഇവർ രണ്ടുപേരാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. കുറേ അധികം ഉപകഥകളൊക്കെ അതിനകത്ത് ഇങ്ങനെ കൊണ്ടുപോയി കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ക്ലീശകളാണ് ഓരോ കഥകളും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ തിരക്കഥയുടെ പാളിച്ച എന്ന് പറയുന്നത്. അത് നന്നാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷെ നല്ല സിനിമയാവുമായിരുന്നു. കാരണം മേക്കിംഗ് കൊണ്ടെല്ലാം ഇത് നല്ല സിനിമയാണ്, പക്ഷെ സ്ക്രിപ്റ്റ് പാളിപ്പോയി ക്ലീശ എലമെന്റ്സ് ഇതിനകത്ത് വന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പരിമിതിയും പരാജയമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുമടുത്ത കുറേ അധികം സ്പോർട്സ് ഡ്രാമ മൂവികൾ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ക്ലീശയായിട്ട് മാറിയത്.